കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ കമ്പനിയിൽ നിന്ന് വക്കീൽ ഫീസായി കോൺഗ്രസ് നേതാവും അഡ്വക്കേറ്റുമായ ലാലി വിൻസെന്റ് കൈപ്പറ്റിയത് 40 ലക്ഷം രൂപയാണെന്ന് ലാലി വിൻസെന്റ് തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇരകളായ മലപ്പട്ടം സ്വദേശിനികൾ ആയ നിരവധി സ്ത്രീകൾക്കും പണം നഷ്ടമായിട്ടുണ്ട്. ആര്യ, സൗമ്യ, ഷീബ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരും. ആര്യ നമസ്കാരം, സൗമ്യ നമസ്കാരം, ഷീബ നമസ്കാരം. എല്ലാവർക്കും എത്ര രൂപ വീതം പോയി ആര്യ? നമസ്കാരം സാർ. 60,000. സൗമ്യക്കും ഷീബയ്ക്കും 60,000 രൂപ പോയി എൻ്റെ വണ്ടിക്കടച്ച്. എൻ്റേത് 91,500 രൂപ. എൻ്റേത് 60,000 രൂപ. ഓരോരുത്തർക്കും എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത്, ഓരോരുത്തരെയും ആരാണ് സമീപിച്ചത് എന്നുകൂടി ഒന്ന് പറയാമോ? 3 പേരും. എന്നെ സമീപിച്ചത് മലപ്പട്ടത്തെ ഒരു പ്രൊമോട്ടറാണ്. എന്നോട് പറഞ്ഞത് ഇതിൽ 320 റുപ്യ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുത്താൽ ഒരു ഫോമും കൂടി ഉണ്ട്, അത് ഫില്ല് ചെയ്ത് തന്നിട്ട് 60,000 റുപ്യ, അതായത് വണ്ടിക്ക് പകുതി 50% ഇതായിട്ട് വണ്ടി കിട്ടുന്ന പറഞ്ഞത്. 60,000 റുപ്യ അടച്ചാൽ എന്നിട്ട് ജൂലൈ 7-ാം തീയതി ഇന്ന ടൈമിനുള്ളിൽ പൈസ നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പൈസ 60,000 കൊണ്ടുപോയിട്ട് കാനറ ബാങ്കിൽ നിന്ന് ഞാൻ അടക്കുക ഇതിന്. മറ്റു 2 പേരുമോ? വണ്ടി കിട്ടുന്നതാണ്, 100 ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത്. 100 ദിവസമായിട്ടും വണ്ടി കിട്ടാഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എന്നെ സമീപിച്ചത് മലപ്പുറത്തെ കോർഡിനേറ്റർ രമ്യയാണ്. ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ചേർന്നിട്ടുള്ളത്. അപ്പോൾ വാഹനവും ത്തിനായിട്ട് 60,000 രൂപയും ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണ് 31,500 രൂപയും ഞാൻ അടച്ചത്. ഞാനും വാഹനത്തിന് വേണ്ടിയിട്ട് 60,000 രൂപയാണ് അടച്ചിട്ടുള്ളത്. SBIയിലാണ് അടച്ചിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് പകുതി പൈസ ഞങ്ങൾക്ക് ഇതായിട്ട് തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? 3 പേരും, ആര്യ, സൗമ്യ, ഷീബ. ഞാൻ വിശ്വസിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മലപ്പട്ടത്തെ കോർഡിനേറ്റർ രമ്യ എന്ന് പറഞ്ഞത് അടുത്തൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവൾ മുഖാന്തരമാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്നും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഓരോ ജില്ലയിലും ബ്ലോക്ക് തലത്തിലും ഇതുപോലൊരു വലിയ പദ്ധതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആൾ വേണമെന്നുള്ള രീതിയിലായിരുന്നു എന്നെ ആദ്യം സമീപിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവളോടുള്ള വിശ്വാസം കൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണൂർ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഇതിന് അനന്തകൃഷ്ണൻ എന്ന വ്യക്തി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ DPM ആയ രാജാമണിയും ഈ പരിപാടിയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി നമ്മൾ കണ്ടു, അതിലൂടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെയാണ് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇതിലൊരു പ്രൊമോട്ടറായിട്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇതൊരു ശരിയായ രീതിയിലേക്കല്ല ഇതിൻ്റെ പോക്ക്, ഒരു തട്ടിപ്പാണോ എന്നുള്ളൊരു സംശയം മനസ്സിൽ വന്നു തുടങ്ങി. അപ്പോൾ അതിനെതിരെ ഞാൻ അവരുടെ അടുത്ത് ശക്തമായിട്ട് പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൻ്റെ അകത്ത് ഈ സീഡ് സൊസൈറ്റിയിൽ നിന്ന് ഞാൻ ഒഴിവാകുക ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ അത്രയും വിശ്വാസമായ CSR ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറേ വീഡിയോസ്, അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ജില്ലകളിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ്. ആ സമയത്ത് ഞാനൊരു 10 പേരാണ് നമ്മളുണ്ടായത്. അപ്പോൾ ആ 6 ലക്ഷം 60,000 വെച്ച് 10 പേര് ചേരുമ്പോൾ 6 ലക്ഷം ഞാൻ 10 പേരെ മാത്രമേ ചേർത്തുള്ളൂ. എനിക്ക് ആദ്യം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ആരെയും അങ്ങനെ അങ്ങോട്ട് പോയിട്ട് സമീപിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെത് ഇല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവായി. അപ്പോൾ എനിക്ക്
നമ്മുടെ 10 പേരുടെ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നം ഇതിപ്പോൾ ഈ ഫെബ്രുവരിയിലാണല്ലോ പ്രശ്നമായത്. അപ്പോൾ അതിന് മുന്നേ തന്നെ പിന്നെ മയിൽ പോലീസ് സ്റ്റേഷനിൽ ഇതൊരു തട്ടിപ്പാണെന്നും അതുകൊണ്ട് നമ്മൾ അടച്ച പൈസ തിരിച്ചു തരണമെന്നും പറഞ്ഞിട്ട് മയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ FIR കേസോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ DPMനെയോ കോർഡിനേറ്ററോ ഒന്നും വിളിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചു. ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മളെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. നമ്മളെ 10 പേരുടെ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ റീഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. റീഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേങ്കിൽ റീഫണ്ട് ഇതുവരെയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിട്ടില്ല. അതിൽ 3 പേര് എന്നേരം ഈ സീഡിനെ വിശ്വസിച്ചുകൊണ്ട് റീഫണ്ടിന് തയ്യാറായിട്ടും ഉണ്ടായിട്ടില്ല. ഈ അനന്തകൃഷ്ണനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അടക്കാവുന്ന 10 പേര് പൈസ തട്ടിപ്പാണെന്ന് തോന്നാൻ എന്താണ് ഒരു സംശയം ജനിക്കാൻ ഒരു കാരണം എന്താണ്? അനന്തകൃഷ്ണനെ ഞാൻ 2 പ്രാവശ്യമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. ഒന്ന് കണ്ണൂർ ഫസ്റ്റത്തെ പ്രോഗ്രാമിലും, പിന്നെ സെക്കൻഡ് ടൈം ശ്രീകണ്ഠാപുരത്ത് വെച്ചിട്ട് നമുക്ക് സ്കൂട്ടിയുടെ ഒരു വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ നമ്മുടെ ഇരിക്കൂർ സീഡിലെ അതായത് 750 പേര് അന്ന് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. അപ്പോൾ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി. ഇതിൽ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ മലപ്പട്ടം പ്രദേശത്തും മയിൽ ഭാഗത്തും ഒക്കെ ഒരുപാട് പേര് ഇതേപോലെ പൈസ കൊടുത്തതായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാദ്യം നവംബറിൽ നമ്മുടെ ഇരിക്കൂർ സീഡിൽ മാത്രം 800 പേരാണ് വാഹനത്തിന് മാത്രം പൈസ അടച്ചിട്ടുള്ളത്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഏതെങ്കിലും MLA-മാരോ അങ്ങനെ ഏതെങ്കിലും നേതാക്കൾ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് അനന്തു പറയുകയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതിന് രാഷ്ട്രീയക്കാരുമായിട്ടുള്ളൊരു ഇത് നമ്മളറിവില്ലായിട്ട് നമ്മളോട് ഡയറക്റ്റായിട്ട് എത്തിയിട്ടില്ല. ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ നിന്ന് മാത്രമാണ് അതൊക്കെ അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഈ ചങ്ങാതിക്ക് ഒരു കോർപ്പറേറ്റ് ഫണ്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി ആകെ അക്കൗണ്ടിൽ 3 കോടി രൂപ മറ്റേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് മുന്നോട്ട് നിങ്ങൾ എങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത്, ആലോചിക്കുന്നത്? ആര്യ സൗമ്യ ശിവ. എങ്ങനെയെങ്കിലും ആ പൈസ തിരിച്ചു കിട്ടണം എന്നാണ് ഞങ്ങളെ ഇത് പ്രതികരിക്കുക. അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും മാക്സിമം ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങണം എന്നാണ് തീരുമാനിച്ചത്. ഞങ്ങളെ കേസ് ഇപ്പം മയിൽ സ്റ്റേഷനിൽ പോയിട്ട് കേസ് എടുക്കുന്നില്ല. ഒരു കേസ് എടുത്ത ഒരു സ്ലിപ്പെങ്കിലും തരണ്ടേ, അത് ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഓക്കെ, അതെനിക്ക് തോന്നുന്നു അതെല്ലാം ഒരു ക്രൈംബ്രാഞ്ചിന് വിടാനാണ് അവരുടെ തീരുമാനം. ആ കേസ് ഇനി 1-2 ദിവസത്തിനുള്ളിൽ ആ കേസ് എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യാം. പ്രോമിസറി നോട്ട് കാര്യങ്ങളെല്ലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല പറഞ്ഞോളൂ. അതെ, ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. 500 രൂപ നമ്മൾ അതിനായിട്ട് ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തിക്ക്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രോമിസറി സൈൻ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ശ്രീകണ്ഠാപുരത്തുണ്ടായിരുന്നു. 500 രൂപ വെച്ചിട്ട് ഒരാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഒരു ദിവസം കൊണ്ട് അയാൾക്ക് ഒരു 10-11 ലക്ഷം രൂപയോളം അയാൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. ഇപ്പോൾ DPM ആയ രാജാമണിക്ക് മാത്രമേ അത് ആരാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിപ്പോൾ ആരാണെന്നും അയാൾക്കും എതിരെ ഒരു കേസ് നടപടി ഉണ്ടാവണമെന്നാണ് നമ്മളുടെ ആവശ്യം. അതായത് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള വെറും ഒരു A4 ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ടാണ്. മുദ്ര പേപ്പറിലായിരിക്കും പോലും പ്രോമിസറി പൊതുവെ ഉണ്ടാവുക. അതൊക്കെ എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ സംശയമുണ്ട്.
Thank you. അത് അതുകൊണ്ട് അയാൾക്കെതിരെയും നടപടി നടപടി വേണം, ഉണ്ടാവണമെന്നാണ് തീർച്ചയായിട്ടും നടപടി വേണം. ആര്യ ഞങ്ങളുടെ സോമേഷ് ആവശ്യം. നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് യുവതികളെയാണ്, സ്ത്രീകളെയാണ് ഇവർ അതുപോലെ തന്നെ പറ്റിച്ചിരിക്കുന്നത്. DPM രാജാമണി ഇതുവരെ എന്തായാലും രാജാമണി DPM-നെതിരെയും നടപടി വേണം എന്നാണ് നിങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും മയിൽ പോലീസ് കേസെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു പക്ഷേ ഇനിയിപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് കൈവിടുന്ന ഘട്ടത്തിൽ കേസ് മറ്റുള്ളവർ ഏറ്റെടുക്കും. പക്ഷേ എന്നാലും പരാതി വന്നാൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മയിൽ പോലീസ് സ്റ്റേഷനിൽ അത് അന്വേഷിക്കണം.